ഇതാ ഞാൻ പറഞ്ഞ പെണ്ണ്, അങ്ങ് ന്യൂസിലാൻഡിലാ. മോനെ മനസ്സിൽ ലഡ്ഡു പൊട്ടി. എന്താ പെണ്ണിന്റെ പേര്? പേര് അയ്യോ, ഡയറി മാറിപ്പോയി. ഞാൻ ഇപ്പൊ പറയാം. ൂരും പേരും പറയാതെ ഉയിരിൽ നിറയും നീയാരോ, അതിരും അതിലും ഇല്ലാതെ കനവിൽ വളരും നീയാരോ. എതിലേ വന്നെന്നറിയില്ല, എപ്പോഴാണെന്നറിയില്ല, നേരിൽ കാണും മുമ്പേ എൻ കരളിൽ നീയുണ്ടേ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, താരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. തേനിമ്പം മൂളുന്ന വാനം പാടിയോ, താരമ്പ് കണ്ണുള്ള നാണക്കാരിയോ. നോക്കുമ്പം പൂക്കുന്ന പാരിജാതമോ, ആരോ നീ അഴകേ. ഇന്നാ പെണ്ണിന്റെ ഡീറ്റെയിൽസ്. ഇതെന്താ? ന്യൂ ജനറേഷൻ പിള്ളേരല്ലേ, എന്തോ സ്കൈപ്പെന്നോ ഐഡി എന്നൊക്കെ പറയുന്നത് കേട്ടു. ഹലോ, എന്തൊക്കെയുണ്ട്? ഞാൻ ചോദിച്ചതിന് മറുപടി ഒന്നും പറഞ്ഞില്ലല്ലോ. എന്നെ ഇഷ്ടമായോ? ഹലോ ജുബിൻ, ഞാനിപ്പം ഡ്യൂട്ടി കഴിഞ്ഞപ്പോൾ വീട്ടിലേക്ക് വന്നേ ഉള്ളൂ. പിന്നെയുണ്ടല്ലോ, ഞാൻ പ്രതീക്ഷിച്ചാലും ആള് സുന്ദരനാട്ടോ, എനിക്കിഷ്ടമായി. പിന്നെ ഒരു കാര്യം ചോദിക്കാൻ മറന്നു, ഇയാൾക്ക് കുക്കിംഗ് അറിയോ? പിന്നെ ബ്രെഡിൽ ജാം പുരട്ടാനറിയാം, പാല് തിളപ്പിക്കാനറിയാം, പപ്പടം ചുടാനും അറിയാം. ഞാൻ എന്തൊക്കെയോ പ്രതീക്ഷിച്ച്. പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കൊടമ്പുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്, തുമ്പപ്പൂ നിറമുള്ള ചെറുമണി ചോറുണ്ട്. ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ വച്ചുണ്ണനെ, ഉപ്പിലിട്ട മാങ്ങയുണ്ട്, ഉണ്ണാൻ വാ വച്ചുണ്ണനെ. അയല പൊരിച്ചതുണ്ട്, കരിമീൻ വറുത്തതുണ്ട്, കുടംപുളിയിട്ട് വെച്ച നല്ല ചെമ്മീൻ കറിയുണ്ട്. ജുബിനെ, ഇത്രയും സമയമായില്ലേ, ഞാൻ കിടക്കാൻ പോവാ. ഇനി നാളെ സംസാരിക്കാം. ബൈ. ബൈ. ഇന്ന് ഞാൻ നല്ലൊരു സ്വപ്നം കാണും. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. എന്റെ രാധേ നീ വരൂ, താനെ പൂക്കും വനമലരായി. കോടി ജന്മങ്ങളായി നിന്നെ കാത്തു നിൽക്കുന്നു ഞാൻ. മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ, മാർഗഴിയേ മല്ലികയെ മന്ദാര പൂങ്കുരുവിയേ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ, വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ. കോലമയിൽ പോലെ ഞാൻ പറന്നു വരാം മാരനെ, ഈ
വെളുത്തവനെ നീ കോലമയിൽ പോലെ ഞാൻ പറന്നു വരാമാരനെ എനിക്കും മുത്തമിഴിൻ മുത്തുപോൽ വെളുത്തവനെ കണ്ണകിയോ നീയല്ലേ കോവലനോ ഞാനല്ലേ കണ്ണകിയോ നീയല്ലേ കോവലനോ ഞാനല്ലേ ചോളം കൊയ്യും കാലം വന്നാൽ മാട്ട് പൊങ്കൽ മാസം പോയാൽ കൂത്തുകുമ്മി നാഗസ്വരം നമുക്കൊരാനന്ദ കല്യാണം നാമനായി മാറനായി വന്നിതാ എന്റെ മച്ചൻ നിങ്ങൾ വെച്ചൊരു പണ്ടിക്ക് സ്വന്തക്കാരനാ മഞ്ഞളും പൂശിവാ വന്നിതാ നിന്റെ മച്ചാൻ വില്ല് വെച്ചൊരു വണ്ടിക്ക് സ്വന്തക്കാരൻ താൻ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് ആ പച്ചക്കിളിക്കൊരു കൂട് പച്ചക്കറി മഴയുള്ള കൂട് കണ്ണാളൻ കെട്ടുന്നുണ്ടല്ലോ ഓ അത് നിന്നെ പൂട്ടാനാണല്ലോ മാംഗല്യം തന്തുനാനേന പിന്നെ ജീവിതം തുന്തനാനേന 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 तुमने मारी एंट्री यार दिल में बजी घंटी यार टंग ഉത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ ഇത്താക്കുചേട്ടൻ തന്നോ പുട്ടു വേണോ ഉത്തപ്പം വേണോ പിന്നെ ബോണ്ട വേണോ ഇത്താക്കുചേട്ടൻ തന്നോ പുട്ടു വേണോ കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം തിന്നു പെണ്ണെ ആ വേണേ തിന്ന് ഇനി വാടി പെണ്ണെ ആ വേണ്ട വേണ്ട ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഇത്താക്കു ചേട്ടൻ തന്ന പുട്ടു വേണോ ഉത്തപ്പം വേണോ പെണ്ണെ ബോണ്ട വേണോ ഇത്താക്കു ചേട്ടൻ തന്ന പുട്ടു വേണോ കദളിപ്പഴവും ചേർത്ത് കടല പരിപ്പും ചേർത്ത് നൽകിയിടാം പാൽപ്പായസം തിന്നു പെണ്ണെ ആ വേണേ തിന്ന് ഇനി വാടി പെണ്ണെ നിങ്ങളെല്ലാവരും റെഡിയാണല്ലോ അല്ലേ? ഞങ്ങൾ കുറേ ദിവസമായിട്ട് പ്ലാൻ ചെയ്ത് ലിറിക്സ് ഒക്കെ ഉണ്ടാക്കി ട്യൂൺ ചെയ്ത ഒരു അടിപൊളി പാട്ടാണ് കേട്ടോ. നിങ്ങൾ ആരും ഇത് മറക്കത്തില്ല, നിങ്ങൾ ഒരിക്കലും മറക്കത്തില്ല കേട്ടോ. നമുക്ക് തുടങ്ങിയേക്കാം. അടുക്കള വശത്തു നിന്നും അനുവിന്റെ കരച്ചിൽ കേട്ടു, എന്റെ കെട്ടിക്കാത്തത് എനിക്കെന്റെ പ്രായമായില്ലേ, കൂട്ടുകാരെ കെട്ടിച്ചയച്ചു, കൂട്ടുകാരിയെ കെട്ടിച്ചയച്ചു, എന്നെ കെട്ടിക്കാത്തത് എനിക്കെന്റെ പ്രായമായില്ലേ. അടുക്കള വശത്തു നിന്നും അനുവിന്റെ കരച്ചിൽ കേട്ടു, എന്നെ കെട്ടിക്കാത്തത് എനിക്കെന്റെ പ്രായമായില്ലേ. ഒരു ചെറിയൊരു പ്രോഗ്രാമാണ് ഇവിടെ കോർഡിനേറ്റ് ചെയ്തിരിക്കുന്നത്. മനസ്സമ്മതത്തിൻ്റെ അത്രയും വരത്തില്ലെങ്കിലും ഞങ്ങളാൽ ആവുന്നതും വിധം ഞങ്ങൾ തട്ടിക്കൂട്ടി ഒരു പ്രോഗ്രാം ചെയ്തിരിക്കുകയാണ്. ഇത് അത്ര വലിയ കാര്യമൊന്നുമല്ല, പക്ഷേ നമ്മൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുകയാണ്. ഇതിപ്പം മാരേജ് ചേച്ചിയുടെയും ജിമി ചേട്ടൻ്റെയും അറേഞ്ച്ഡ് മാരേജ് ആണ്, അതെല്ലാവർക്കും അറിയേണ്ട കാര്യമാണ്. ആണല്ലോ അല്ലേ? അല്ലേ? അപ്പം നമ്മളിപ്പോൾ ഇമാജിൻ ചെയ്യുകയാണ്, ജുബിൻ ചേട്ടനും അനു ചേച്ചിയും പ്രണയിച്ചാണ് വിവാഹം കഴിക്കുന്നത്. അപ്പം
പക്ഷെ ഞാനിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് ആയിരുന്നെങ്കിൽ എന്നാണ് ഉദ്ദേശിച്ചത്. അപ്പൊ അങ്ങനെ പ്രണയിച്ച് നടന്നിരുന്ന കാലത്ത് ഇരുവരും കോളേജിൽ പഠിച്ചിരുന്ന സമയമൊക്കെയാണ്. അവർ രണ്ടുപേരും ബസ് സ്റ്റാൻഡിൽ വെച്ച് കണ്ടുമുട്ടുന്ന ഒരു സീനാണ് ഞങ്ങളൊന്ന് അവതരിപ്പിക്കുന്നത്. ജുബിൻ ചേട്ടൻ ആകെ ബുദ്ധിമാനാട്ടോ. ആ വീട് കിട്ടിയ പേപ്പറിനകത്തുനിന്ന് വരെ ചേച്ചിയുടെ വീടിന്റെ അഡ്രസ്സ് കണ്ടുപിടിച്ചേക്കുന്നു. എന്നിട്ട് ആ അഡ്രസ്സും കൊണ്ട് ചേച്ചിനെ നമ്മൾ വീട്ടിലേക്ക് പോയേക്കുക. ഇനി ആ ഒരു രംഗം നമുക്കൊന്ന് കണ്ടു നോക്കാല്ലേ? കണ്ട ആ ഇരിപ്പ് കണ്ടില്ലേ, എന്തൊരു നിഷ്കളങ്കതയാ. വീടിന്റെ പരിസരത്ത് വെച്ച് കണ്ടുമുട്ടുകയാണ് അവര്. തമ്മിൽ മിണ്ടാതെ കണ്ണും നോക്കി എന്തൊക്കെയാണ് പറയാനെന്ന് അറിയാതെ അവര് അങ്ങ് കൊടുത്തുവിടെ അങ്ങ്. ജുബിൻ ചേട്ടൻ വീട്ടിലെ സാഹചര്യങ്ങൾ അറിയാതെയാണ് വീട്ടിലേക്ക് വന്നേക്കുന്നത്. പട്ടാള ചിട്ടയിൽ വളർന്നുകൊണ്ടിരിക്കുന്ന അനുചേച്ചി, അമ്പിളി ചേച്ചി ഈ ലവ് ലെറ്റർ മിലിറ്ററി അങ്കിൾ കണ്ടു. എഴുതിയ ലെറ്റർ ബേബി അങ്കിള് പിടിക്കപ്പെട്ടു. തുറങ്കിൽ അടയ്ക്കപ്പെട്ട കിളിയെ പോലെ അനുചേച്ചി അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി, പിന്നെ ജുബിൻ ചേട്ടനെയും നോക്കി. കത്തിലൂടെയുള്ള പ്രണയം ഇന്ന് പദം പിൻവലിച്ചുകൊണ്ട് നിൽക്കുന്നു. കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം, പോലൊരു കത്തിനുള്ളിൽ വന്നൊരു കിന്നരിച്ചു പാടുവാനുള്ളിനുള്ളിൽ നിന്നൊരു ശ്രീരാഗം. ഈ ലെറ്ററുകളും മിലിറ്ററി അങ്കിള് പിടിക്കപ്പെട്ടു. അവർ വേറൊന്നും ചിന്തിച്ചില്ല. ലെറ്ററുകൾ അങ്കിളെ പിടിച്ചു വെച്ചെങ്കിലും അവർ ഒളിച്ചു വിടാൻ തീരുമാനിച്ചു. അവർ ബുദ്ധിയുള്ളവരാ. ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ, ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ.
ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ ശാരദാംബരം ചാരു ചന്ദ്രികാധാരയിൽ മുഴുകിയിടവേ. ഇവരുടെ പ്രണയം യാഥാർത്ഥ്യമാകുമോ? ബേബിങ്ങളുടെ തോക്കിലെ രണ്ടുണ്ടകൾ പൊട്ടുമോ? ഇനിയും തുടർന്ന് കാണുക. ഈ പരമ്പര ഇനിയും തുടരുന്നതായിരിക്കും. ഇനി അടുത്ത എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി തുടങ്ങുകയാണ്. ഞങ്ങളുടെ പുതിയ സീരിയലിന്റെ പേരാണ് അജു. അജു എന്ന് വെച്ചാൽ അനീറ്റയുടെ ആയും ജുവിന്റെ ജൂയും.